ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് വരെ പോകണം. ചെറിയൊരു മിനി ട്രിപ്പാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് തുടങ്ങിയിരുന്നു, പക്ഷേ അതൊന്നും റെഡി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ പോകാമെന്നാണ് വേണ്ട കൂട്ടുകാരൻ റിസോർട്ട് ബുക്ക് ചെയ്ത്. അപ്പോൾ ഒന്നൊരു ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി അപ്പോൾ എല്ലാവരും കൂടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് പോവുകയാണ്. ഒഴിവാക്കി പിന്നെ വണ്ടി നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ഇടുന്നത്. ബൈക്ക് മേലെ തന്നെയാണ് നമ്മൾ പോണത്. പക്ഷേ നമ്മൾ വണ്ടി ടയറൊക്കെ ഏകദേശം മാറ്റേണ്ട ടൈം ആയിക്കോണം. അപ്പോൾ ഇതെടുക്കണില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഇട്ട് സനൻ്റെ വീട്ടിലാട്ടാ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ദാസൻ്റെ കടയിൽ പോയി അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കടയിൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫുൾ സെറ്റ് ചെയ്ത് വന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി മലപ്പുറത്തേക്ക് ഒരു വണ്ടിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് പോയത്. അവിടുന്ന് നമ്മൾ 4 വണ്ടിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫവാസിൻ്റെ വണ്ടിയുടെ സർവീസിന് കൊടുത്തിരുന്നു ബൈക്ക്. അപ്പോൾ അതും എടുത്ത് അവൻ അങ്ങനെ വന്ന് ചെന്നപ്പോൾ കപ്പും മുറിച്ചാലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരോടും കുറച്ച് സംസാരിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ്. എല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ മുറിച്ചാലെടുത്ത് കുറച്ച് എന്താ പറയുക, അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ മലപ്പുറം റോഡ് വിട്ടുകൊണ്ട് പൂക്കോട്ടൂരിൽ നിന്നാണ് നമ്മൾ എണ്ണ അടിക്കാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ 3 വണ്ടിക്ക് ഫുൾ ടാങ്ക് അറങ്കരയിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ 3 വീട്ടിലും കൂടുതൽ തന്നെ സെറ്റ് ചെയ്ത് ഫുള്ളൊന്ന് ഓണാക്കി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അറവങ്കരയിൽ നിന്ന് ഇവരെ രണ്ടാളും പിക്ക് ചെയ്ത് അവരും എണ്ണ അടിച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ തുടർന്ന് കൊണ്ടേയിരുന്നു. നല്ല മേഘമുണ്ടായിരുന്നു. ഈ മേഘം കാണുമ്പോൾ ഈ റോഡും കാണുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്. എന്തായാലും റൂട്ട് കയറിയതാണോ ആകെ മൂഞ്ചിയില്ലേ? വഴി തെറ്റിയില്ലേ? അവല് ഗൈസ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 11-11:30 ആ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചുരം കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു നല്ലൊരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണങ്ങളും കാര്യങ്ങളും കഴിച്ചിട്ടാണ്. ആ സാധനം രണ്ടാളും ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാണ്. പിന്നെ നമ്മളൊപ്പമുള്ള 2 പിള്ളേർ ജസ്റ്റ് ഒന്ന് വേറെ റൂട്ടിനാണ് പോകുന്നത്. അല്ല, ഇതാണ് താമരശ്ശേരി ചുരം കയറാൻ പോകും. നമ്മൾ അടിവാരത്തെത്തിക്കുന്നു. 2 കൂമ്പർ വഴി തെറ്റും ചെയ്തു. ആകെ വേറെ ഫുഡ് കഴിച്ചു. യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ചെറിയൊരു വെയിലുണ്ട്. ആ ഒരു ഗ്രൂപ്പിലാണ് ചുരം കയറുക ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചുരം കയറി ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 50 മിനിറ്റ് റണ്ണിങ് ഉണ്ട് നമ്മളിപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ അവിടേക്ക്. ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ടാണ്. ഇതാണ് നമ്മളെ സാധ്യത. നമ്മൾ ഏത് വില്ലേക്കാണ് പോകുന്നത്? ജനോ വില്ലേജ്. ഫുള്ള് ഡീറ്റെയിൽ എൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്. അഖിലേ തെറ്റല്ലേ? ഗൈസ്, ഇതാണ് നമ്മൾ ശശിയേട്ടൻ്റെ ചായക്കട. ഇവിടെ നമ്മൾ പാർക്കിംഗ് ചെയ്യണം നമ്മൾ വണ്ടി. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ട്രക്കിങ്ങിൽ ജീപ്പിലാണ് ഇപ്പോൾ നമ്മൾ മേലേക്ക് കയറുള്ളത്. മേലെ മേലെയാണ് റിസോർട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ് നമ്മുടെ ഡ്രൈവർ. നിങ്ങൾ പേരെന്താ? അജിനാസ്. ഓഫ് റോഡ് കയറി തുടങ്ങി ഗൈസ്. അപ്പൊ നമ്മളിതാ ഓഫ് റോഡ് കയറി ഗൈസ്. കപ്പൊക്കെ ആക്ട് ചെയ്യണേ. ഫവാസിന്റെ ജിഷ്ണന്റെ തള്ള്.
എത്തിയോ? ഇതാണ് നമ്മളെ തട്ടകം ഗൈസ്. അപ്പൊ ഇതാണ് മൈ റൂം, നമ്മളെ റൂം. റൂം ജസ്റ്റ് ഒന്ന് മാറി ഗൈസ്, റൂം മാറി. നമ്മള് ഡബിൾ ബെഡ് റൂമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സിംഗിളായി പോയി. 205 റൂം. നമ്മളെ റൂം ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു. 105 കയറി, 205 ആയിരുന്നു. അതുപോലെ നമ്മളെ പറ്റിച്ചു. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ചോദിച്ചപ്പോൾ ഡബിൾ റൂം തന്ന്, അവൾ സിംഗിൾ റൂം ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 204 എത്തി ഗൈസ്. കമോൺ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. 205 സെക്കൻഡ്. ബാൽക്കണി എവിടെ? ബാൽക്കണി. ബാൽക്കണി ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ റൂം ഗൈസ്. ഇതാണ് റൂം. ബാത്റൂമൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആട്ടോ പുറത്ത്. ഫുള്ള് സെറ്റ് വ്യൂ. നല്ല മല, മല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങള് ട്രെക്കിങ് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വയനാട് നമ്മൾ എവിടെയാണ് റിസോർട്ട്? 900 കണ്ടിനാണ് നമ്മൾ റിസോർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങള് എന്താ പറയാ ട്രെക്കിങ് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇത് നമ്മൾ ഫുൾ കോർഡിനേറ്റർ ആണ്, ഇർഫാദാണ് ഫുൾ കോർഡിനേറ്റർ. അക്കൗണ്ട്സും എല്ലാ കാര്യങ്ങളും നോക്കണവനാണ്. ഫുൾ എമൗണ്ട് ഫുള്ള് ഡോർ അടക്കോ ഓനാണ് ലോക്ക് ചെയ്യുന്നത് ഗൈസ്. എല്ലാവരും വരിക്ക് നടക്കണേ ഗൈസ്. തല്ല് നടക്കണം, പുളിച്ചിത്തരം കാട്ടി നടക്കണം. വെരി ഞങ്ങള് ട്രക്കിങ്ങിന്റെ പ്രതിനിധി ഷാരു ചേട്ടനാണ്. ഫസ്റ്റത്തെ ട്രക്കിംഗ്. അപ്പോൾ നടന്നുകൊണ്ടാണ് ഫുള്ള് കല്ലും പിന്നെ അതുപോലെ എൻജോയ്. ഓ, വെള്ളത്തിനൊക്കെ പെരുന്തണുപ്പാട്ടാ. കൂൾ. Let's go, come on guys. Guys, അപ്പോൾ കുറച്ച് കയറിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടഫ്. ഫുള്ള് പാറ, മല, വെള്ളച്ചാട്ടത്തിന് ഒച്ചയ്ക്ക് കേൾക്കണമെന്ന് അറിയില്ല. ഫുള്ള് രസമാണ്. കാടിൻ്റെ നടുവ് കൂടെ ഒരു ട്രെക്കിങ്. സൂപ്പർ ഗൈസ്. കണ്ടാ, ലെറ്റ്സ് ഗോ ഗൈസ്, കം ഓൺ.
ഗൈസ് ഫുൾ ടഫാണ്, ഫുള്ള് പാറ, ഫുൾ ടഫ് ഗൈസ്. ഗൈസ് അപ്പോൾ ട്രക്കിങ്ങൊക്കെ കയറി തുടങ്ങുന്നു. എന്നാലും വൈബ് പറഞ്ഞാൽ പൊരി വൈബ്. ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്ങനെ ചടപ്പ് ഫീലൊക്കെ ചെയ്തു. പക്ഷേ അടിപൊളി. എൻ്റെ അല്ല ഫാമിലിയിലൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് ഞാൻ ആ ഫംഗ്ഷൻ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ട്രക്കിങ്ങിന് വന്നിട്ടുള്ളത്. അടിപൊളി, നല്ല വൈബ്. ഞാൻ ആദ്യമായിട്ടാണ് വയനാട് വരുന്നത്, ഉള്ള കാര്യം പറയാമല്ലോ. ആദ്യമായിട്ടാണ് വയനാട് വരുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് സൂപ്പറാക്കുന്നുണ്ട്, പൊളിയാണ്. എൻ്റെ പിള്ളേരിൻ്റെ ഒപ്പം ഉണ്ട്, നമ്മുടെ കോളേജ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വൈബ് പറഞ്ഞാൽ വൈബ്, നടത്താണ്, പാറക്കെട്ടുകൾ, വെള്ളച്ചാട്ടത്തിലൂടെ ഒരു നടത്തം, ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ കാഴ്ച കാണിച്ചുതരാം. ട്രക്കിങ്ങൊക്കെ തെറ്റാണ്. ഓക്കെ, എല്ലാവരും ഫോട്ടോത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നത്. ചേട്ടനാണ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത്. സെറ്റാണ്, ആൾ വൈബാട്ടാ. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു, അടിപൊളിയാണ്. നമ്മൾ ഫോട്ടോത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ നിൽക്കട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ പോയിൻ്റ്. നല്ല മല കാര്യങ്ങളൊക്കെ, ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. നമ്മളെ കോർഡിനേറ്റർ ഇതാണ്, ഇർഫാദാണ്. എല്ലാ കാര്യങ്ങളും ഫണ്ടിൻ്റെ ആയിക്കോട്ടെ, റൂമിൻ്റെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇർഫാദാണ് നോക്കുന്നതുള്ളത്. അക്കൗണ്ട്സ് മാനേജർ. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ റൂമിൽ തന്നെ പോവാണ്. നമ്മളെ കപ്പ് കേട്ടാ, കപ്പ് നമ്മളെ മെയിനാണ്. കട കപ്പൂരെ ചാട്ടം കണ്ടങ്ങൾ. അപ്പോൾ നമ്മളെ ട്രക്കിങ്ങിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ട്രക്കിങ് എന്തെന്നു, ട്രക്കിങ് എന്താ അടിപൊളിയായി, സെറ്റപ്പാണ്. നമ്മളെ സ്റ്റേ ചെയ്യുന്ന മറ്റേ വില്ലേജിനെ പറ്റി നിനക്ക് എന്താ പറയുള്ളത്? സൂപ്പറല്ല, കുഴപ്പമില്ല. കോട കാലം കൊണ്ട് ഇപ്പോൾ സെറ്റപ്പ് ആയിക്കണ്, അടിപൊളിയല്ലേ? ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ലൊരു എന്താ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത്. എന്താ വൈബ് ഇപ്പോഴത്തെ അവസ്ഥ? കുഴപ്പമില്ല, ഉസാറാണ്. ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ചെക്കന്മാരെല്ലാം വൈബാണ്, എല്ലാവരും വൈബാല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ് വില്ലേജ് പേരെന്താ? സെനോ വില്ലേജിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. സംഭവം നമ്മൾ വന്നപ്പോൾ അടിപൊളിയായിരുന്നു, സെറ്റാണ്. ഇപ്പോഴും കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, അപ്പോൾ ബാക്കിൽ കാണുന്നതാണ് സെനോ വില്ല. ഞങ്ങൾ ഏകദേശം ഒരു 3-3:30 നമ്മൾ കയറി. അപ്പോൾ ട്രക്കിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ 3-3:30 നമ്മൾ സത്യം പറഞ്ഞാൽ കയറിയത്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളും, കാടിന് സെൻറ്ററിൽ ഒരു വില്ല, പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കപ്പിൾസിന് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈവനിങ് കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ കൂട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് വന്നത്. ഫാമിലി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പിള്ളേർ വിളിച്ചപ്പോൾ വന്നതാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല, ഉള്ള കാര്യം പറയാനോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട, എന്താണെന്നറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും വരിക. അതിനനുസരിച്ച് പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ വന്നിട്ടുള്ള മാനേജറായിക്കോട്ടെ, അവരായിക്കോട്ടെ, നമ്മളോട് നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്താവശ്യമെങ്കിലും വിളിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയും കപ്പിൾസായിട്ട് വരുന്നു, എൻജോയ് ചെയ്യാൻ നല്ലൊരു പറ്റിയൊരു ഏരിയ മാത്രമാണ്.
ചായ കുടിക്കാവുന്നതാണ്. ഇവിടെ ഫ്രീ ചായ ഭയങ്കരമൊക്കെ ഉണ്ട്. ചായ കുടിക്കാം. അടിപൊളിയാണ്. നല്ല ചുടുചായയും അതല്ല പൊക്കോടി സമൂസ കൈസ് സെറ്റാണ്. അഖിൽ മാരാർ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് നിരത്തി വെച്ചിരിക്കുന്നു. ഈ ഹോട്ടൽ മാത്രം ഒത്താൻ തരാമോ? ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. വീഡിയോ ഭയങ്കര ലെങ്ത് ഉണ്ടായതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മോർണിംഗ് വൈബ് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.